जय हिंद ऑल, वेलकम टू दिस चैनल। ये चैनल स्पेसिफिकली के लिए है CDS और NDA ക്രാക്ക് करने चाहते हैं. ഞാൻ കേരളത്തിൽ നിന്നാണ്. ഈ ചാനലിലൂടെ CDS അതുപോലെ NDA എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള മാത്സ് ക്ലാസ്സുകളാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളൊരു ഡിഫൻസ് ആസ്പിരൻ്റ് ആണെങ്കിൽ തീർച്ചയായും NDA അല്ലെങ്കിൽ CDS എന്നുള്ള എക്സാമുകൾ ക്രാക്ക് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതുകൊണ്ട് തന്നെ മാത്സ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് മലയാളത്തിൽ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് മാത്സ് ക്ലാസ്സുകൾ പഠിക്കാനും എക്സാം ക്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ടായിട്ട് നിങ്ങൾ ഈ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക, ക്ലാസ്സുകൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മേ ബി എ ഡിഫൻസ് ആസ്പിരൻറ്റ് ഹൂം ജസ്റ്റ് ലൈക്ക് യു. ഞാൻ എൻ്റെ CDS പ്രിപ്പറേഷൻ്റെ കൂടെ NDA ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ CDS പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ CDSൻ്റെ പ്രിപ്പറേഷനോട് കൂടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളെയും പഠിപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് CDS ക്രാക്ക് ചെയ്ത് അതുപോലെ SSB ക്ലിയർ ചെയ്ത് അതുപോലെ നമ്മുടെ ലക്ഷ്യമായ ഒരു ഫ്യൂച്ചർ ആർമി ഓഫീസർ എന്നുള്ള നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ ഒരു കമ്മ്യൂണിറ്റി, നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങുന്നത്. ഓക്കെ, ഒരുപാട് പറഞ്ഞുകൊണ്ട് സമയം കളയുന്നില്ല, നമുക്ക് നേരിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് NDA അല്ലെങ്കിൽ CDS എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു ഭാഗം 4-5 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി വരുന്ന ഒരു ടോപ്പിക്കാണ് മാത്സിലെ ചാപ്റ്റർ നമ്പർ സിസ്റ്റം. കണക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് കണക്കെന്ന് പറഞ്ഞാൽ നമ്പേഴ്സാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്പർ സിസ്റ്റം വെച്ചിട്ടാണ്. നമുക്ക് ആദ്യം നമ്പേഴ്സ് എന്താണ്, ഏതൊക്കെ തരം നമ്പേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാത്സ് അത്യാവശ്യം അറിയാവുന്ന ഒരാൾക്കും അതുപോലെ മാത്സ് തീരെ അറിയാത്ത ഒരാൾക്കും ഈ ചാനലിലൂടെ മാത്സ് വ്യക്തമായും ശക്തമായും മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. आज का टॉपिक है नंबर सिस्टम. I hope everyone listen this can understand maths by means of Malayalam, and I try to mix languages of Malayalam, English and Hindi. ഓക്കെ, നമുക്ക് നേരിട്ട് ഇനി ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റം. ആദ്യം നമ്മൾ നമ്പറുകളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം 1, 2, 3, 4 നമ്മളങ്ങനെ അൺലിമിറ്റഡ്. നമ്മുടെ മാത്സിൽ അല്ലെങ്കിൽ വേൾഡിൽ നമ്പേഴ്സിന് എന്തില്ല, ലിമിറ്റ്സ് ഇല്ല. ലിമിറ്റ്സ് ഇല്ലാത്തൊരു സംഭവമാണ് മാത്സ് അല്ലെങ്കിൽ നമ്പേഴ്സ്. ഓക്കെ, അതിൽ നമ്പേഴ്സ് തന്നെ ഒരുപാട് തരം നമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ആദ്യം എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ്. നമ്പേഴ്സിനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിലൊന്നാമത്തെ മെയിനായിട്ടുള്ള എല്ലാ നമ്പറുകളും വരുന്ന നമ്പേഴ്സാണ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമാജിൻ ജസ്റ്റ് എ നമ്പർ ലൈൻ. ഓക്കെ, നമ്പേഴ്സ് ഒരു ലൈനിലാണെന്ന് വിചാരിച്ചാൽ എവിടുന്ന് അൺലിമിറ്റഡ് ഇൻഫിനിറ്റി എവിടെ നിന്നാണോ വരുന്നത് മൈനസുകളും 0ഉം 1, 2, 3 -7, -6, -4 നമുക്ക് പറയാൻ പറ്റുന്ന ഏത് നമ്പറും അതെന്താണ്, ഒരു റിയൽ നമ്പറാണ്. അത് നമ്പർ ലൈനിലുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റാണ്. ഓക്കെ, 0.5 ഈ 1ൻ്റെയും 0ൻ്റെയും ഇടയിലുള്ളതാണ് 0.5. അതെന്താണ്, ഒരു റിയൽ നമ്പറാണ്. അപ്പം ഈ നെഗറ്റീവ്, 0 അതുപോലെ പോസിറ്റീവ് ഇതെല്ലാം എന്താണ്, ഇതിനൊക്കെ കൂടി പറയുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. നമ്പർ ലൈനിലുള്ള ഏത് നമ്പറിനെ പറ്റിയും പറയുന്നതാണ് അതൊരു റിയൽ നമ്പർ. ഓക്കെ, അടുത്തത് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് മീൻസ് ജസ്റ്റ് ഇൻക്ലൂഡ് 0 ആൻഡ് പോസിറ്റീവ് നമ്പേഴ്സ്. അതായത് 0 തൊട്ട് മുകളിലേക്ക്, അതായത് 0, 1, 2, 3, 4, 5 എന്തില്ല, നെഗറ്റീവ് നമ്പേഴ്സ് ഒഴിവാക്കുക. ഓക്കെ, അതാണ് ഹോൾ നമ്പേഴ്സ്. അടുത്തതാണ് നാച്ചുറൽ നമ്പേഴ്സ്. മലയാളത്തിൽ ഇതിന് എണ്ണൽ സംഖ്യകൾ എന്ന് പറയും. നാച്ചുറൽ നമ്പേഴ്സ് മീൻസ് 1, 2, 3, 4 we can count in our hand 1, 2, 3, 4, 5, 6, 7 just like that. Okay, next one is positive numbers. Positive numbers just means 1, 2, 3, 4 without negative numbers. Okay, അതായത് 1, 2, 3, 4 പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ്, എന്തിൽ നെഗറ്റീവിലേക്ക് പോവാത്ത പോസിറ്റീവ് നമ്പേഴ്സ്. നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു പോസിറ്റീവ് നമ്പേഴ്സ്. അതായത് 0ൻ്റെ ബേക്കിലേക്കുള്ള നമ്പേഴ്സ്. നമ്മൾ റിയൽ നമ്പർ ലൈനിൽ 0ൻ്റെ ബേക്കിലേക്കുള്ള നമ്പർ എന്താണ്, 1, 2, 3, 4 -1, 2, 3 -2, -3, -4 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ആ 0 കഴിഞ്ഞിട്ട് -1 തൊട്ട് ഇൻഫിനിറ്റി, അതാണ് എന്ത്, നെഗറ്റീവ് നമ്പേഴ്സ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് നമ്പർ ഈസ് പ്രൈം നമ്പർ. It only have 2 factors, one and itself.
എക്സാമ്പിളാണ് 2, 3, 5, 7, 1, 11, 13. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈം നമ്പേഴ്സിന് എന്താണ് 1ഉം അതുപോലെ ദാറ്റ് നമ്പർ ആ നമ്പർ മാത്രമായിരിക്കും എന്ത് ഈ പ്രൈം നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ്. മറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ല, ഒരു നേച്ചുറൽ നമ്പർ നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നേച്ചുറൽ നമ്പർ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടില്ല. ഫാക്ടേഴ്സ് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് റിമൈൻഡ് ദാറ്റ് പ്രൈം നമ്പർ ഈസ് ഇറ്റ് ഓൺലി ഹാവ് 2 ഫാക്ടേഴ്സ് 1 ആൻഡ് ഇറ്റ് സെൽഫ്. 2, 3, 5, 7, 11, 13 അങ്ങനെയാണ് പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ മുന്നോട്ട് പോകും ഇൻഫിനിറ്റി. ഓക്കെ, നെക്സ്റ്റ് കോമ്പോസിറ്റ് നമ്പേഴ്സ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. അതായത് ഈ റിയൽ നമ്പറിൽ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പറിൽ പ്രൈം നമ്പർ അല്ലാത്തത് ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ എന്താണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. അതിന് 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഐ ഹോപ്പ് എവരി വൺ വിൽ അണ്ടർസ്റ്റാൻഡ്. യാ, നൗ വി മൂവ് ഓൺ. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് 0. 0 ഈസ് നോട്ട് എ പോസിറ്റീവ്, നെയ്തർ എ പോസിറ്റീവ് നോർ എ നെഗറ്റീവ് നമ്പർ. 0 ഈസ് എ ന്യൂട്രൽ നമ്പർ. ഓക്കെ, അതുപോലെ 1 ഈസ് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ് നമ്പർ. 1 ഒരു പ്രൈം നമ്പറും അല്ല, അതുപോലെ കോമ്പോസിറ്റ് നമ്പറും അല്ല. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കാം. നെക്സ്റ്റ് വി മൂവ് ടു അനദർ ടൈപ്പ് ഓഫ് നമ്പേഴ്സ്, ദാറ്റ്സ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് p/q. അത് 3/4, 5/4, 1/2. നമുക്ക് എന്തായിട്ട് എഴുതാം, p/q ഈ ഒരു ഫോമിൽ. ഓക്കെ, p/q എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ഡിവൈഡഡ് ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. എന്തിനെ, റാഷണൽ നമ്പേഴ്സിന്. ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഇറാഷണൽ നമ്പേഴ്സ്, ഇറ്റ് ക്യാനോട്ട് ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് p/q. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ p/q എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. അതായത് √3 ഒരിക്കലും എന്താണ് ഇങ്ങനെ ഈ ഒരു p/q, അതായത് നമ്മൾ 3/4 എന്ന് പറയുന്ന രീതിക്ക് ഇതിനെ എഴുതാൻ പറ്റില്ല. √3 എഴുതാൻ പറ്റില്ല. അതുപോലെ ഈ കാണുന്ന നമ്പർ 0, 4, അതുപോലെ നമ്മൾ വേറെ ഒരു നമ്പർ എടുക്കുക 0, 4, 6, 9, 8. ജസ്റ്റ് ഇതിനെന്താണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതെന്താണ്, ഒരു ഇറാഷണൽ നമ്പറാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ബിറ്റ്വീൻ 2 റിയൽ നമ്പേഴ്സ് ദർ ആർ ഇൻഫിനിറ്റ് റിയൽ നമ്പേഴ്സ്, ഇൻഫിനിറ്റ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇൻഫിനിറ്റ് ഇറാഷണൽ നമ്പേഴ്സ്. അതായത് നമ്മൾ നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുക. ജസ്റ്റ് 0, 1, 1, 2, 3, ഇവിടെ -1, അങ്ങനെ കണ്ടിന്യൂ. അത് ഈ ഒരു ജസ്റ്റ് ബിറ്റ്വീൻ 2 റിയൽ നമ്പേഴ്സ്, ഈ 1ൻ്റെയും 2ൻ്റെയും എടുക്കുക എന്തുണ്ട്, ഇൻഫിനിറ്റ് റാഷണൽ നമ്പേഴ്സ്, ഇൻഫിനിറ്റ് ഇറാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇൻഫിനിറ്റ് റിയൽ നമ്പേഴ്സ്. ഇവിടെ എന്തുണ്ട്, 0.5 ഉണ്ട്. അതെന്താണ്, അല്ല 1.5 ഉണ്ട് 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ. അതെന്താണ്, ഒരു റിയൽ നമ്പറാണ്. അതുപോലെ ഇവിടെ ഈ 1.5ന് എന്തെന്ന് എഴുതാം നമുക്ക്, 1/2. അതെന്താണ്, ഒരു റാഷണൽ നമ്പറാണ്. അതുപോലെ ഇതിൻ്റെ അടുക്ക് അതുപോലെ ഒരുപാട് റാഷണൽ നമ്പേഴ്സ്, 2 റിയൽ നമ്പേഴ്സിൻ്റെ അടുക്ക് ഒരുപാട് റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ് ആൻഡ് റിയൽ നമ്പേഴ്സ് ഇരിക്കുന്നുണ്ട്. അത് ഓർത്ത് വെക്കാം. അടുത്തതാണ് ഡെസിമൽ നമ്പേഴ്സ്. ഡെസിമൽ നമ്പേഴ്സ് എന്ന് നമ്മളിങ്ങനെ പോയിൻ്റ് ഇട്ടിട്ട് ചെയ്തില്ലേ, ആ നമ്പേഴ്സാണ് ഡെസിമൽ നമ്പേഴ്സ്. അത് 3/4 നമുക്കറിയാം എന്താണ്, 0.75. ഇതെന്താണ്, ഡെസിമൽ നമ്പേഴ്സാണ്. അതവിടെ അവസാനിച്ച് 3/4നെ നമുക്കൊന്ന് ഹരിച്ച് നോക്കാം. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാവാത്തവർ ജസ്റ്റ് ഇവിടെ ശ്രദ്ധിക്കാം. അതായത് നമ്മൾ 3 ഹരിക്കണം 4, 3ൽ 4 പോവോ, ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു 0 പോയിൻ്റ് ഇടുക. എന്നിട്ട് 30ൽ എത്ര 4 ഉണ്ട്, 5, 4, 20, 6, 4, 24, 7, 4, 28, 7, 4, 28/2. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 0 ഇട്ട് കൊടുക്കുക. കാരണം നമ്മളിവിടെ ഓൾറെഡി ഒരു പോയിൻ്റ് ഇട്ട്. 20ൽ എത്ര 4 ഉണ്ട്, 5, 4, 0.75. ഇതിവിടെ അവസാനിച്ച്, ഇതിൻ്റെ ബാക്കിയില്ല. കേസ് ക്ലോസ്ഡ്, കണക്ക് ക്ലോസ് ആയി. അതാണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ. അതായത് ഇത്ര ഉണ്ടാവും ഈ നമ്പർ. അതുപോലെ വേറൊരു നമ്പർ ടൈപ്പാണ് നോൺ ടെർമിനേറ്റിംഗ് ഓർ റീകറിങ് ടെർമിനൽ നമ്പേഴ്സ്. അതായത് ഇതിങ്ങനെ അവസാനിക്കില്ല. 1/3 ഒരു എക്സാമ്പിളാണ്. 1/3 ചെയ്താൽ എങ്ങനെ, 1/3 ഒന്നിനെ ഹരിച്ചു നോക്കുകയാണേ, പോയിൻ്റ് ഇട്ട് 0.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 10 ആക്കാം, 0 ഇട്ട് കൊടുക്കാം. അപ്പം 10 ഹരിക്കണം 3 എത്ര? 10 എത്ര 3 ഉണ്ട്? 3 3 9. ബാക്കി എത്ര? 1. ഇനി നമ്മൾ 1-ൽ 3 പോവോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇനിയും വീണ്ടും 0 ഇടണം. 10 എത്ര 3 ഉണ്ട്? 3 3 3 9. വീണ്ടും 1, വീണ്ടും 0 ഇടുക. 3 3 9. അപ്പോൾ ഇതിങ്ങനെ എന്താണ് തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കും, നിർത്താനാവില്ല. ഈ നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ്. അതിന് നമുക്ക് ഏത് ഫോമിലും എഴുതാം, ഇങ്ങനെയും എഴുതാം. നമ്മൾ ഒരുപാട് 3 ഇടേണ്ട ആവശ്യമില്ല. അതിന് പകരം 0.3 മുകളിലൊരു ലൈൻ ഇട്ടാൽ അതെന്താണ്? നോൺ ടെർമിനേറ്റിംഗ് നമ്പറാണ്. ഓക്കെ, ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. അതാണ് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. 2 റാഷണൽ നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയാൽ ഉത്തരം എന്തായിരിക്കും? ഉത്തരവും ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. അതായത് ഇഫ് യു വാണ്ട് എക്സാമ്പിൾ, look at here, 1/2 plus 3/2 എത്ര വരിക? ഡിനോമിനേറ്റർ രണ്ടും സെയിം. അപ്പോൾ എന്താണ്? നോമിനേറ്റർ പ്ലസ് ചെയ്യാം. 1 + 3 4/2. ഇതെന്താണ്? ഇതും ഒരു റാഷണൽ നമ്പറാണ്. ഇതും ഒരു റാഷണൽ നമ്പർ, ഇതും റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ പ്ലസ് റാഷണൽ നമ്പർ ഈസ് ഈക്വൽ ടു റാഷണൽ നമ്പർ. അതുപോലെ ഏത് ഓപ്പറേഷൻ നമ്മൾ നടത്തിയാലും, അതായത് പ്ലസ് ചെയ്താലും മൈനസ് ചെയ്താലും ഇൻറ്റു ചെയ്താലും ഹരിച്ചാലും 2 റാഷണൽ നമ്പേഴ്സ് തമ്മിലാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. അതുപോലെ ഓർത്തിരിക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട സംഭവമാണ് 2 ഇറാഷണൽ നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയാൽ നമുക്ക് ആൻസറുകൾ എന്ത് വരും? റാഷണൽ നമ്പേഴ്സും അതുപോലെ ഇറാഷണൽ നമ്പറും. ഒരു പക്ഷേ അത് റാഷണൽ നമ്പർ ആവാം, അല്ലെങ്കിൽ അത് ഒരു പക്ഷേ ഇറാഷണൽ നമ്പർ ആവാം. നമുക്ക് രണ്ടും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇറാഷണൽ നമ്പർ എന്താണെന്ന് പഠിച്ചു, റാഷണൽ നമ്പർ എന്താണെന്ന് പഠിച്ചു. അതുപോലെ 2 ഇറാഷണൽ നമ്പർ എടുത്തിട്ട് ഒന്ന് സ്വന്തം ചെയ്ത് നോക്കുക. ഓക്കെ, 2 ഇറാഷണൽ നമ്പർ എടുത്തിട്ട് ഒന്ന് കൂട്ടി നോക്കുക, അല്ലെങ്കിൽ കുറച്ച് നോക്കുക, ഹരിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്ത് നോക്കാം. അടുത്ത റാഷണൽ നമ്പേഴ്സ് പ്ലസ് ഇറാഷണൽ നമ്പേഴ്സ്. അത് ഒരു റാഷണൽ നമ്പറും ഒരു ഇറാഷണൽ നമ്പറും കൂടി കൂട്ടിച്ചേർത്താൽ നമുക്ക് എത്ര കിട്ടും? അതിൻ്റെ ആൻസർ എന്താ കിട്ടുക? ഓൺലി ഇറാഷണൽ നമ്പർ. അത് എക്സാമ്പിൾ 10 റാഷണൽ നമ്പർ പ്ലസ് 0.3 ഇറാഷണൽ നമ്പർ ഓർ √3. ഇതെന്താണ്? ഒരു ഇറാഷണൽ നമ്പറാണ് ആൻസർ. 10 + √3 എങ്ങനെ എഴുതാം? 10 + √3 തന്നെ എഴുതാം. അപ്പോൾ ഒരു റാഷണൽ നമ്പർ പ്ലസ് 1 ഇറാഷണൽ നമ്പർ ഈസ് ഈക്വൽ ടു ഇറാഷണൽ നമ്പർ. ഓക്കെ, next we move to factors and multiples. Factors and multiples, which means factors means there are finite number of factors for every number. 1 is the smallest factor of every number. Largest factor of factor is equal to the number itself. അതായത് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് തിങ്ക് ചെയ്യേണ്ടത്, നമ്മളൊരു ബോക്സ് എടുത്ത്, അല്ല ഒരു പെന്നെടുത്ത്, ഈ ഒരു പെന്നിനെടുത്ത് ഇതിങ്ങനെ പീസ് ആക്കുക. അതാണ് എന്ത്? അതിൻ്റെ ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായത്? ഈ നമ്പർ ഉണ്ടായത്, അതല്ലെങ്കിൽ ഈ പെന്നുണ്ടായത്. പെന്നിനെ നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, അങ്ങനെ ബ്ലോക്കായിട്ട് കട്ട് ചെയ്തെടുത്താൽ അതെന്തായി? അതുപോലെയാണ് ഒരു നമ്പറിൻ്റെ, ഇതുപോലുള്ള ബ്ലോക്കുകളാണ് നമ്പറിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത്. അതാ ഒരു ഉദാഹരണം നോക്കാം. ഈ 8ൻ്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 8ൻ്റെ ഒരു ഫാക്ടറാണ്. 1നെ എന്ത് ചെയ്യാൻ പറ്റും? 8ന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 8ൽ എത്ര 1 ഉണ്ട്? 8 8 1 8. ഓക്കെ, അതുപോലെ 2 8ൻ്റെ ഒരു ഫാക്ടറാണ്. 8ൽ എത്ര 2 ഉണ്ട്? 4 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പണായിട്ട് നമ്മൾ സിമ്പിളായിട്ട് പറയാമെന്ന് വെച്ചാൽ നമുക്ക് ഡിവൈഡ് ചെയ്താൽ ഒരു നാച്ചുറൽ നമ്പർ ആൻസറായിട്ട് കിട്ടും. ഓക്കെ, 8നെ 4 എന്ന് പറഞ്ഞാൽ 8ൻ്റെ ഒരു ഫാക്ടറാണ്. 8/4 എത്ര? 2. 8/8 ആൻസർ ഈസ് ഈക്വൽ ടു 1. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഉദാഹരണം പറഞ്ഞാൽ 3 8ൻ്റെ ഒരു ഫാക്ടറാണോ? അല്ല. കാരണം എന്താ? 8/3 എത്ര കിട്ടുക? നല്ലൊരു നാച്ചുറൽ നമ്പർ ആൻസറായിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. 8 ആയിരിക്കണം. 3 എത്ര? 2 2 3 6, ബാക്കി 2. 2ൽ 3 പോവില്ല. അപ്പോൾ 2 പോയിൻറ്റ് ഇവിടെ 0യുടെ 20ൽ എത്ര 3 പോവും? 18. 6 3 18, 2.6. ആൻസർ എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ അല്ല. അതുകൊണ്ട് തന്നെ ഈ 3 എന്ന് പറയുന്നത് എന്താണ്? 8ൻ്റെ ഒരു ഫാക്ടർ അല്ല. ഓക്കെ, ജസ്റ്റ് ലുക്ക് അറ്റ് ദീസ് ഫാക്ടേഴ്സ് ഓഫ്
12. 1, 3, 4, 6, 12. 12ൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് 1, 3, 4, 6, 12. ഈ പറയുന്ന നമ്പറുകൾ കൊണ്ടൊക്കെ 12 ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു നാച്ചുറൽ നമ്പർ ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, അത് മൾട്ടിപ്പിൾസ്, ഗുണനങ്ങൾ. ഐ ഹോപ്പ് യു നോ ദിസ്. 1 × 1 1, 2 2, 1 3 3, 1 4 4, 8 8 64, 5 5 25. നമ്മളെല്ലാവരും പഠിച്ചതാണ് 10 വരെയുള്ള ഗുണന പട്ടിക. എല്ലാവരും മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. നമുക്ക് CDS അല്ലെങ്കിൽ ഈ ഒരു മാത്സ് ആഫ്റ്റർ ഗ്രാജുവേഷൻ ഓർ ആഫ്റ്റർ +2 എന്ത് തന്നെ ആയാലും മാത്സിന് നമ്മൾ മാത്സുമായിട്ട് ഇടവൈകുന്നുണ്ടോ, മൾട്ടിപ്പിൾസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഗുണനം അറിയാത്ത ആൾക്കാരാണെങ്കിൽ 1 മുതൽ 10 വരെയുള്ള ഗുണനപ്പട്ടിക എഴുതി എടുത്തിട്ട് അത് കംപ്ലീറ്റ് പഠിച്ചിട്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, നെക്സ്റ്റ് വി മൂവ് ടു HCF ആൻഡ് LCM. ജസ്റ്റ് ഇപ്പോൾ ഓർത്തിരിക്കുക, നമ്മളിതിനെപ്പറ്റി ഈ ക്ലാസ്സിൽ പറയുന്നില്ല. അടുത്ത ക്ലാസ്സിലാണ് HCFൻ്റെയും LCMൻ്റെയും ക്ലാസ് വരുന്നത്. HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഫാക്ടർ, അതിൽ രണ്ട് നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് എടുത്തിട്ട് അതിൽ ഏറ്റവും വലിയ ഫാക്ടർ രണ്ടിലും ബോത്തിലും വരുന്ന ഫാക്ടർ, ഏറ്റവും വലിയ ഫാക്ടർ ഏതാണോ അതാണ് എന്ത്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. നമ്മൾ രണ്ട് നമ്പേഴ്സ് എടുക്കുക, അതിൻ്റെ മൾട്ടിപ്പിൾസ് നോക്കിയിട്ട് രണ്ടും സെയിം ആയിട്ട് വരുന്ന ലീസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ ഏതാണോ അതാണ് എന്ത് പറയുന്നത്, LCM. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ഫാക്ടേഴ്സിനെ പറ്റി പറഞ്ഞു. ഫാക്ടേഴ്സിൽ നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എക്സാമുകൾക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. കഴിഞ്ഞ ലാസ്റ്റ് CDS എക്സാം 1 2026 നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിൽ നിന്നിട്ട് ഡയറക്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനും നമുക്കിന്നിവിടെ ചർച്ച ചെയ്യാം. ഓക്കെ, ഫാക്ടറൈസേഷൻ ആദ്യം നമ്മൾ ചെയ്യുന്നത് പ്രൈം ഫാക്ടേഴ്സ്. അതായത് ഒരു നമ്പർ എടുത്താൽ അതിനെ നമുക്ക് പ്രൈം നമ്പേഴ്സിൽ ഇങ്ങനെ എഴുതാൻ പറ്റണം. അത് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു. 2, 3, 5, 7, 9 11, 13 അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഇപ്പോൾ 200ൻ്റെ പ്രൈം ഫാക്ടറാണ് എന്ത്, 200ന് നമ്മൾ 2 പോവും. യെസ്, 200/2 100. Next, divided by 2 15, then divided by 2 25. 25 divided by 2 is not possible because then we take another next prime number 3. 25/3 is not possible. Then we take next prime number 5. Okay, 25/5 is equal to 5. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിന് അതായത് ഈ സംഭവങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. 2 × 2 4, 4 × 2 8, 8 × 25 5 × 5 25, 8 × 25 എത്രയാ, 200. ഓക്കെ, ഇതാണ് ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്ന രീതി. ഓക്കെ, ഇനി നമുക്ക് എക്സാമുകൾക്ക് വരുന്നൊരു മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് എന്തെന്നറിയോ, ഒരു നമ്പർ തരും, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ്, അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ്. അത് നമുക്ക് 200 എടുക്കാം. 200ൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്, 12 ഫാക്ടേഴ്സ് എന്തിനുണ്ട്, 200ന് 12 ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ 200ൻ്റെ ഫാക്ടേഴ്സ്. 200 ഏറ്റവും വലിയ ഫാക്ടർ 200 തന്നെ, ജസ്റ്റ് 1. അടുത്തത് 100, അടുത്തത് 50, നെക്സ്റ്റ് 25, 1 2 3 4 5, നെക്സ്റ്റ് 20, നെക്സ്റ്റ് 10, നെക്സ്റ്റ് 5, 1 2 3 4 5 6 7 8. ഓക്കെ, നെക്സ്റ്റ് ഫാക്ടർ ഈസ് ഇനി ഏതായ 200ന് ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്. അത് 200ൻ്റെ ഫാക്ടേഴ്സിൻ്റെ നമ്പർ എത്ര, 200ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 200 എന്ത് പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2⁻³ × 5⁻². ഇനി നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ജസ്റ്റ് സിമ്പിൾ, 2ൻ്റെ മുകളിലത്തെ വാല്യൂ അതായത് 3 + 1 ഇൻറ്റു നെക്സ്റ്റ് പ്രൈം ഫാക്ടറിൻ്റെ മുകളിലുള്ള വാല്യൂ എത്രയാണോ ജസ്റ്റ് +1, 2 + 1 ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്.
3 + 1 4 × 3 = 12. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, 200-ന് 12 ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, 200-ന് 12 ഫാക്ടേഴ്സ് ഉണ്ട്. 8 200-ൻ്റെ ഒരു ഫാക്ടറാണ്. 4 200-ൻ്റെ ഒരു ഫാക്ടറാണ്. അപ്പോൾ എത്ര ഫാക്ടറായി? 1 2 3 4 5 6 7 8 9 10. 2 more, 2 ഫാക്ടേഴ്സ് കൂടി ഉണ്ട്. 200 എഴുതി, 1 എഴുതി. നെക്സ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അടുത്തത് ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. അടുത്തതെന്ന് പറയുന്നത്, ഇനി നമുക്ക് വേറൊരു നമ്പർ എടുത്ത് ചെയ്ത് നോക്കാം. ജസ്റ്റ് ടേക്ക് 12ൻ്റെ പ്രൈം ഫാക്ടർ എത്രയാണ്? ആദ്യം പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. 2 6 2 3, അതായത് 2^2 × 3^1. ഇതിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എത്ര വരിക? അത് 2ൻ്റെ മുകളിൽ 2 പ്ലസ് 3ൻ്റെ മുകളിൽ 1 1 + 1 2. ഇവിടെ 2 + 1 3 3 + 2 നോ, പ്ലസ് അല്ല, നമ്മളിവിടെ ചെയ്ത പോലെ 2ൻ്റെ മുകളിൽ 3 × 3ൻ്റെ മുകളിൽ 1 1 + 1 2 3 × 2 6. ഈ 12 എന്ന് പറയുന്നതിന് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് = 6. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 12ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 12ൻ്റെ ഫാക്ടർ 12ൻ്റെ ഒരു ഫാക്ടറാണ്. അതുപോലെ 3 12ൻ്റെ ഒരു ഫാക്ടറാണ്. 4 12ൻ്റെ ഒരു ഫാക്ടറാണ്. 6 12ൻ്റെ ഒരു ഫാക്ടറാണ്. 1 2 3 4 5. നെക്സ്റ്റ് 12ൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് 12ൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അടുത്തത് 2 12ൻ്റെ ഒരു ഫാക്ടറാണ്. അപ്പോൾ എത്ര ഫാക്ടേഴ്സായി? 2 6 4 3 12 1 2 4 6 ഫാക്ടർ എന്തിനായി? 12ൻ്റെ 6 ഫാക്ടറായി. ക്ലിയർ ആയോ? ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അടുത്തത് പറയുന്നത് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അതായത് ഓഡ്, ഇതിൻ്റെ ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സിൽ എത്ര എണ്ണം ഓഡ് നമ്പറാണ് അതിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. അത് പറയുന്നത് എന്താണ്? നമ്മുടെ ഫസ്റ്റ് പ്രൈം ഫാക്ടറിൻ്റെ മുകളിലത്തെ വാല്യൂ വേണ്ട. നമ്മൾ എവിടെ തൊട്ട് തുടങ്ങണം? b+1 × c+1. ഓക്കെ, ജസ്റ്റ് ലുക്ക് അറ്റ് ദീസ് ഈക്വേഷൻസ് ആൻഡ് ഈ ഒരു സംഭവം ഈ ഒരു ബോക്സ് ആക്കിയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് അതുപോലെ പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് നോക്കാം ഈ 12ൻ്റെ നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ് എത്രയാണെന്ന്. 12ൻ്റെ ഇത് നമ്മൾ പഠിച്ചു, പ്രൈം ഫാക്ടറൈസേഷൻ. അതിൽ ഈ മെത്തേഡ് ഇതിൽ അപ്ലൈ ചെയ്യാം. അതായത് എന്ത്? എ, നമ്മളിവിടെ നമ്പർ എടുത്തിരിക്കുന്നത് 2^a × 3^b × 5^c എന്നാണ്. ഓക്കെ, ഇതിലെന്തില്ല? എൻ്റെ വാല്യൂ നമ്മൾ എടുക്കേണ്ടതില്ല, b+1. ഓക്കെ, ബി, അതായത് ഇവിടെ ബീൻ്റെ വാല്യൂ വരുന്നത് എത്ര? 3^1 1 + 1 2. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 12 എന്ന് പറഞ്ഞ നമ്പറിന് 2 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, 12 എന്ന് പറഞ്ഞ നമ്പറിന് 2 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാതെ റെഡി ആണോ എന്ന്. 3 ഒരു ഓഡ് നമ്പറാണ്. അതുപോലെ 1 ഒരു ഓഡ് നമ്പറാണ്. ഈ 12ൻ്റെ ഫാക്ടേഴ്സിൽ 2 ഓഡ് നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. 3ഉം 1ഉം 12ൻ്റെ ഫാക്ടേഴ്സിൽ ഓഡ് നമ്പറാണ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് വി ചെക്ക് നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ് ഓഫ് n. ഓക്കെ, അത് ഒരു നമ്പറിൻ്റെ ഈവൻ ഫാക്ടേഴ്സിൻ്റെ എണ്ണം. അതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് നമ്മളിവിടെ എടുത്തത് 2^a × 3^b × 5^c. അതിൽ a × a+1 ഇല്ല. ഓക്കെ, നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ എങ്ങനെ ചെയ്തത്? a+1 × b+1 × c+1. ഓക്കെ, ഇവിടെ എന്തില്ല? a+1 ഇല്ല. a എടുക്കുക × b+1 × c+1. ഓക്കെ, നമ്മൾ 12ൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ a എത്രയാ? 2 × b എത്രയാ? 1 3^1 ആണ്. അപ്പോൾ ഇവിടെ b+1. ഓക്കെ, 2 × 1 + 1 2 = 4.
ബീൻ്റെ അതായത് ഈ 12-ന് 4 ഈവൻ പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ചെക്ക് ചെയ്യാം. 2 ഒരു ഈവൻ നമ്പറാണ്, 6 ഈവൻ നമ്പറാണ്, 4 ഈവൻ നമ്പറാണ്, 12 ഈവൻ നമ്പറാണ്. അപ്പോൾ എന്തായി, 12-ന് 4 ഈവൻ നമ്പർ ഉണ്ട് എന്നുള്ള കാര്യവും ഉറപ്പായി. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. From this topic we had one direct question in our CDS 1 2026 exam. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് നല്ലോണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളും നമുക്ക് നല്ല രീതിക്ക് ഇത് മനസ്സിലാക്കാം. നോട്ട് ചെയ്തിട്ട് നിങ്ങൾ തന്നെ കുറച്ച് നമ്പേഴ്സൊക്കെ എടുത്തിട്ട് അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സും അതുപോലെ എന്നിട്ട് അതിൻ്റെ ഫാക്ടേഴ്സൊക്കെ എഴുതി നോക്കിയിട്ട് ശരിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കാം, ഈ 200-ൻ്റെ 2 more ഫാക്ടേഴ്സ് നമുക്ക് കണ്ടെത്താനുണ്ട്. അത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. അതും നിങ്ങൾ ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത സം ഓഫ് ഫാക്ടേഴ്സ്. അതായത് ഈ ഫാക്ടേഴ്സുകൾ തമ്മിൽ കൂട്ടിയാലുള്ള സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള നമ്പറിൻ്റെ ഫോം സെയിം ആണ്, 2a ഇൻറ്റു 3b ഇൻറ്റു 5c. അതിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം, സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ സം ഓഫ് ഫാക്ടേഴ്സ് പറയുന്നത് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് അങ്ങനെ പോയിട്ട് എവിടെ വരെ പോകണം, 2a വരുന്നത് വരെ പോകണം ഇൻറ്റു അതുപോലെ സെയിം 3 പ്ലസ് 3 പ്ലസ് സെയിം 3b വരെ പോവാം. നെക്സ്റ്റ് ഇൻറ്റു 5 തൊട്ട് 5c വരുന്നത് വരെ പോവാം. ഓക്കെ, ഈ ഒരു ഫോർമുലാസ് നിങ്ങൾ നോട്ട് ചെയ്യുക, എന്നിട്ട് ഇതൊന്ന് പഠിച്ചെടുക്കാം. നമുക്കതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് 12 ആണ് നമ്മൾ എടുക്കുന്ന നമ്പർ. 12-ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ പറഞ്ഞത് 2 ഇൻറ്റു 3 ഓക്കെ, ഇതിൻ്റെ സം ഓഫ് ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. ഇവിടെ തന്ന ഫോർമുല ശ്രദ്ധിക്കണം. 2 പ്ലസ് 2 പ്ലസ് 2 നമ്മളിവിടെ എവിടെ വരെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, 1a വരെ എടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ a എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മൾ 2 വരെ എടുക്കാം ഇൻറ്റു 3 പ്ലസ് 3 ഇവിടെ നമ്മൾ 3-ൻ്റെ കേസിൽ b വരെ എടുക്കണം എന്ന് പറഞ്ഞു. ഇവിടെ b എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്. ഓക്കെ, ഇനി നമുക്കിത് ചെയ്ത് നോക്കാം. 2 എന്ന് പറയുന്നത് 1. എനി നമ്പർ റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1 ആണ്, അത് ഓർത്തിരിക്കണം. 2 ഈസ് ഈക്വൽ ടു 2 2 ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ എത്ര, 4. ഇവിടെ 3 എന്ന് പറഞ്ഞാൽ 1 അല്ല, 3 എന്ന് പറഞ്ഞാൽ 1, 3 എന്ന് പറഞ്ഞാൽ 3 തന്നെ. ഓക്കെ, 1 പ്ലസ് 2 3 പ്ലസ് 4 7 ഇൻറ്റു 1 പ്ലസ് 3 4 7 4 28. ഓക്കെ, ഇതാണ് എന്ത് പറഞ്ഞത്, ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ അല്ല സം ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 12-ൻ്റെ ഫാക്ടേഴ്സ് എത്രയൊക്കെയാണ് നമ്മൾ പഠിച്ചു, 1 12 3 4 2 then 6. ഓക്കെ, ഇതാണ് 12-ൻ്റെ 6 ഫാക്ടേഴ്സ്. ഇതിൻ്റെ സം എത്രയാണ് നമുക്കൊന്ന് കൂട്ടി വെക്കാം. 12 പ്ലസ് 3 15 15 പ്ലസ് 1 16 16 പ്ലസ് 4 20 20 പ്ലസ് 2 22 22 പ്ലസ് 6 28. ഓക്കെ, ഇതായത് ഈ 12-ൻ്റെ ഫാക്ടേഴ്സ് ആയിരുന്നു ഇതെല്ലാം. ഇതിൻ്റെ അതിൻ്റെ സമ്മ് കണ്ടുപിടിച്ചു സെയിമാണ്. അതിനുള്ള ഫോർമുലയാണ് നമ്മൾ പഠിച്ചത്, എന്ത്, ഈ കാണുന്ന ഫോർമുല. അതുപോലെ ഇനി സം ഓഫ് ഈവൻ ഫാക്ടേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സെയിം അല്ല, ജസ്റ്റ്